നമസ്കാരം, അമൃതാണ്. ഷാജി കൈലാസിൻ്റെ വരവ് അഥവാ തിരിച്ചുവരവല്ലോ, മാസ് ആക്ഷൻ മൂവിയാണ്. ആക്ഷന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പണി അത്ര എടുത്തിരിക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നായകൻ മറ്റുള്ളവരെ എടുത്തിട്ട് അടിക്കുമ്പോൾ നമുക്കും കൂടെ തോന്നണ്ടേ ആ അട്ടിയുടെ ഓരോ പഞ്ചും. പ്രത്യേകിച്ച് ജോജുവിൻ്റെ അട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 കിൻഡൽ ഇടിയാണ്. അപ്പോൾ അത് വില്ലൻ്റെയൊക്കെ മേത്ത് വീഴുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യണം. എന്തോ ഇതിനകത്ത് നല്ല കാസ്റ്റിംഗ് ആണ്. മുരളി ഗോപിയാണ് മെയിൻ വില്ലൻ. പിന്നെ തിലകൻ സാറിൻ്റെ കൊച്ചുമോനുണ്ട്. അദ്ദേഹം ഓക്കെ, എന്തൊക്കെ പരിപാടികളുണ്ടെങ്കിലും ഒരു ഇമോഷണലി കണക്ട് ആയില്ല. പ്രത്യേകിച്ച് ഷാജി കൈലാസിൻ്റെ സിനിമകളിലൊന്നും അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യേണ്ടതല്ല. ഇപ്പോൾ ജോജുവിൻ്റെ തന്നെ ആൻ്റണി എന്ന് പറഞ്ഞൊരു സിനിമ വന്നിരുന്നു. അത് ജോഷി സാറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ആ ഒരു സാധനം, ആ ഒരു ഇമോഷണൽ സാധനം കൊണ്ടുവരും. അല്ലെങ്കിൽ ആ ഓരോ അടിക്കുമ്പോഴും നമുക്ക് ആ നായകൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അടി വീഴുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുമല്ലോ, ഒരു കുളിര് കിട്ടുമല്ലോ. ആ സാധനം ഇതിൽ കിട്ടിയില്ല. എന്ന് വെച്ചാൽ സിനിമ മോശമെന്നൊന്നും പറയാനല്ല, ഗംഭീര മാസ് ആക്ഷൻ സിനിമ തന്നെയാണ്. ആക്ഷൻ സീക്വൻസുകളൊക്കെ ഗംഭീര പരിപാടികളാണ്. പ്രത്യേകിച്ച് ആ സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് സാം CS ആണ്. നരസിംഹം, എനിക്ക് എവിടെയൊക്കെയോ നരസിംഹത്തിൻ്റെ ആ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ആ ഒരു ട്രംപറ്റ്, ആ ഒരു ഹോണിങ് സൗണ്ട്, അത് ജോജുവിന് ആ ഒരു മാസ് സീൻസിലൊക്കെ ആ സാധനം വെച്ച് പെടച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് സാം CSൻ്റെ മ്യൂസിക്കൽ എലിവേഷൻ പല സീൻസിനെയും നന്നായിട്ട് എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സിനിമയെ കുറ്റം പറയല്ല, മേ ബി എൻ്റെ ആസ്വാദനത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. പൊതുവേ ഷാജി കൈലാസിൻ്റെ സിനിമകളിൽ അങ്ങനെ ഒരു ഇമോഷണൽ ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതല്ല. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു എഴുത്തിൻ്റെ പ്രശ്നമാണോ എന്ന് ഒരു സംശയമുണ്ട്. എവിടെയൊക്കെയോ ആൾ ഫൈറ്റിലൊക്കെ ഗംഭീരമായിട്ട് പെടച്ചിട്ടുണ്ട്. പുതിയ പരിപാടികൾ, ഒരു ഔട്ട്ഡേറ്റഡ് ഡയറക്ടറായിട്ടൊന്നും നമുക്ക് തോന്നത്തേ ഇല്ല. വളരെ ഫ്രഷ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ, അതും ജോജുവും കൂടെ ആയപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു സിനിമ. പക്ഷേ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് നമുക്കും കൂടെ നമ്മളിലേക്ക് അത് കണക്റ്റ് ആവണം, അല്ലെങ്കിൽ നമുക്കും അത് ഫീൽ ചെയ്യണം. അതെനിക്ക് വളരെ കുറവായിട്ട് തോന്നി. എന്ന് വെച്ച് സിനിമ മോശമൊന്നുമല്ല, നല്ലൊരു തിയേറ്റർ സ്റ്റഫ് തന്നെയാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ കണക്ക് സാം CSൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്ന, അതുപോലെ സൗണ്ടിൻ്റെ പരിപാടിയൊക്കെ ചെയ്തിരിക്കുന്നത് രാധാകൃഷ്ണൻ സാറാണ്, മൈ ഫേവറേറ്റ് സൗണ്ട് എഞ്ചിനീയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റ് സീക്വൻസുകളിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതായത് സാം CSൻ്റെ സ്കോറും ആ സമയത്തുള്ളൊരു സൗണ്ട് ഡിസൈനൊക്കെ അടിപൊളിയാണ്, ഗംഭീര പരിപാടിയാണ്. സാം CSൻ്റെ പാട്ടുകളും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും സിനിമ ഓക്കെയാണ്. ബട്ട് എവിടെ ആ ഒരു ഇമോഷനും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഈ സിനിമ വേറെ ലെവലായിരുന്നു. അത്രയ്ക്ക് സംഭവം ഉണ്ടായിരുന്നു. ഒന്ന്, ഈ സിനിമ നടക്കുന്ന ഒരു ടെറൈൻ ആയിരുന്നാലും ഇടുക്കിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമാറ്റോഗ്രഫിയൊക്കെ അടിപൊളിയാണ്. പിന്നെ ഫൈറ്റ്, കലൈ കിങ്സൺ, അങ്ങനെ കുറേ ടീമുകളുണ്ടെന്ന് തോന്നുന്നു. അവർ പണിയെടുത്തത് കാണാനുണ്ട്. ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകളാണ്. അപ്പോൾ ആ പണിയെടുത്ത് തിയേറ്ററിൽ ഒരു വർത്ത് വാച്ചായിട്ട് കാണാനുണ്ട്. ഒരു മാസ് ആക്ഷൻ മൂവി, കുറച്ചെവിടെയൊക്കെയോ ഡെഡായിപ്പോയ ഒരു മാസ് ആക്ഷൻ മൂവി. കണ്ണ് കാണാത്തൊരു കുട്ടിയുണ്ട്, അതുപോലെ നമ്മുടെ അസീസിൻ്റെ ഒരു ക്യാരക്ടർ. ഇപ്പോൾ ജോജു ഇവരെല്ലാം കൂടെ ഒരു ഗ്യാങ്ങാണ്. പക്ഷെ ആ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയൊന്നും ഇല്ലാത്തതുകൊണ്ടോ, പിന്നെ ഒരു പ്രണയവും സീക്വൻസും ഒക്കെ വരുത്താൻ വേണ്ടി ഒരു 2 ക്യാരക്ടറിനെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നി. മേ ബി ആ ഒരു സിനിമ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കുത്തി നിറച്ചണക്ക് തോന്നി. അതൊഴിച്ചു മാറ്റി കഴിഞ്ഞാൽ നല്ലൊരു മാസ് ആക്ഷൻ മൂവി തന്നെയാണിത്. ആ ഒരു ആസ്പെക്റ്റിൽ വർത്ത് വാച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യുന്നു. ഈ ജോജുവിൻ്റെ ഫൈറ്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് ആൻ്റണി പോലുള്ള സിനിമയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആൻ്റണിക്കകത്ത് പോലും എനിക്ക് ആ ഒരു ഇമോഷണൽ സാധനം കിട്ടിയതാണ്. ഇപ്പോൾ പുറിഞ്ചു, അപ്പോൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഈ സിനിമ വർക്കാവും. ഒരു 100% തിയേറ്റർ സ്റ്റഫ് തന്നെയാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.